ഹരി ഓം. ദശകം 9. ബ്രഹ്മാവിൻ്റെ തപസ്സും ലോകസൃഷ്ടിയും. സ്ഥിതസകമതോദ്ഭവസ്തവ ഹി നാഭിപങ്കേരുഹേ കുതസ്വദിതമംബുധൗദിതമിത്യനാലോകയൻ തദീക്ഷണകുതൂഹലാൽ പ്രതിദിശം ബിഭൃത്താനനശ്ചതുർവദനദാമഗാത് വികസദഷ്ടദൃഷ്ട്യംബുജാം. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. സ്ഥിതഃ സഹ, സ്ഥിതസ്സഹ, സ്ഥിതസ്സ. കമലോദ്ഭവഃ തവ ഹി, കമലോദ്ഭവസ്തവ ഹി നാഭിപങ്കേരുഹേ. സ്ഥിതസ്സ കമലോദ്ഭവസ്തവ ഹി നാഭിപങ്കേരുഹേ. അവിടെ നമ്മുടെ പുസ്തകത്തിൽ കമലോദ്ഭവഃ എന്നവിടെ പിരിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് തവഹി നാഭിപങ്കേരുഹേ അവിടെ പിരിച്ചു തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചൊല്ലുമ്പം സ്ഥിതസ്സ കമലോദ്ഭവസ്തവഹി നാഭിപങ്കേരുഹേ എന്ന് ചൊല്ലി പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കുതഃ സ്വിത് ഇദം അംബുധൗ, കുതസ്സുദിതമിദമംബുധൗ, കുതസ്സുദിതമംബുധൗ, കുതസ്സുദിതമംബുധൗ. കുതഃ സ്വിത് ഇദം അംബുധൗ, കുതസ്സുദിതമംബുധൗ. ഉദിതം ഇതി അനാലോകയൻ, ഉദിതമിത്യനാലോകയൻ, ഉദിതമിത്യനാലോകയൻ, ഉദിതമിത്യനാലോകയൻ. കുതസ്സുദിതമംബുധാ ഉദിതമിത്യനാലോകയൻ. മൂന്നാമത്തെ വരി തത് ഈക്ഷണ കുതൂഹലാത്, തദീക്ഷണ കുതൂഹലാത് പ്രതിദിശം വിവൃത്ത ആനനഃ, വിവൃത്താനനഃ ചതുർവദനതാം അഗാത്, ചതുർവദനതാമഗാത്. അത് വിവൃത്താനനഃ പുസ്തകത്തിൽ പിരിച്ചു തന്നെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും വായിക്കാൻ പറ്റുമെങ്കിൽ വിവൃത്താനനശ്ചതുർവദനതാമഗാത് എന്ന് വായിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ വിവൃത്താനനഃ ചതുർവദനതാമഗാത് എന്ന് വായിച്ചാലും അത് തെറ്റൊന്നുമില്ല. അതെങ്ങനെയെന്ന് വെച്ചാൽ അങ്ങനെ വായിക്കാം. വികസത് അഷ്ടദൃഷ്ടി അംബുജാം, വികസദഷ്ടദൃഷ്ട്യംബുജാം. ചതുർവദനതാമഗാത് വികസദഷ്ടദൃഷ്ട്യംബുജാം. സ്ഥിതസ്സകമലോദ്ഭവസ്തവ ഹി നാഭിപങ്കേരുഹേ കുതസ്സുദിതമംബുധൗ ഉദിതമിത്യനാലോകയൻ തദീക്ഷണകുതൂഹലാൽ പ്രതിദിശം വിവൃത്താനനശ്ചതുർവദനദാമഗാത് വികസദഷ്ടദൃഷ്ട്യംബുജാം. അതല്ലെങ്കിൽ സ്ഥിതത്സകമലോദ്ഭവസ്തവ ഹി നാഭിപങ്കേരുഹേ കുതസ്സുദിതമംബുധൗ ഉദിതമിത്യനാലോകയൻ തദീക്ഷണകുതൂഹലാൽ പ്രതിദിശം വിവൃത്താനനഃ ചതുർവദനദാമഗാത് വികസദഷ്ടദൃഷ്ട്യംബുജാം. ദശകം 9 ശ്ലോകം 1 അന്വയവും അർത്ഥവും നോക്കാം. അപ്പം 8ാം ദശകത്തിൽ ബ്രഹ്മാവ് ആവിർഭവിച്ച കാര്യം നമ്മൾ പറഞ്ഞു. അപ്പം ഭഗവാന്റെ നാഭികമലത്തിൽ നിന്ന് ആവിർഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഇനിയും ബ്രഹ്മാവ് ആവിർഭവിച്ചു കഴിഞ്ഞ് അതിൻ്റെ ബ്രഹ്മാവ് ചെയ്യുന്ന വ്യാപാരങ്ങൾ അല്ലെ സൃഷ്ടികൾ എന്തൊക്കെയാണെന്ന് ഉള്ളതിനെക്കുറിച്ചാണ് ഈ ദശകത്തിൽ പറയുന്നത്. സഹ കമലോദ്ഭവഃ തവ നാഭിപങ്കേരുഹേ ഹി സ്ഥിതഃ. അപ്പോൾ ആ ബ്രഹ്മാവ് എന്ന് വെച്ചാൽ പത്മജന്മാവ് എന്ന് വെച്ചാൽ ആ കമലത്തിൽ നിന്നും ഉദ്ഭവിച്ചവൻ ആ അങ്ങയുടെ നാഭികമലത്തിൽ തന്നെ ഇരുന്നു കൊണ്ട്, അതാണ് തവ നാഭിപങ്കേരുഹേ, അങ്ങയുടെ നാഭിപങ്കേരുഹത്തിൽ അവിടെ തന്നെ ഇരുന്നു കൊണ്ട്, ആ നാഭിയിൽ നിന്ന് വന്ന താമരയിൽ തന്നെ ഇരുന്നു കൊണ്ട്, അതാണ് സ്ഥിതഃ, ഇരുന്നു കൊണ്ട് അവിടെ ഇരിക്കുന്നേ ഉള്ളൂ, എണീറ്റൊന്നും പോയില്ല.
അംബുദൗ ഇതം കുതഹ സ്വിത് ഉദിതം ഇതി അനാലോകയൻ. അംബുധൗ എന്ന് വെച്ചാൽ സമുദ്രത്തിൽ, ആ ജലസമൂഹത്തിൽ ചുറ്റോട് ചുറ്റും ഇങ്ങനെ നോക്കിയപ്പോഴത്തേനും മുഴുവൻ ജലമേ കാണുന്നുള്ളൂ. അപ്പം ഇങ്ങനെ നോക്കി, ഈ താമരപ്പൂ ഈ ജലത്തിൽ എവിടെ നിന്നുണ്ടായി? ഒരൊറ്റ താമരയാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അത് എന്തിൽ നിന്ന് വന്നു, എവിടെ നിന്ന് വന്നു എന്നത് ഉദിതം ഇതി എന്ന് വെച്ചാൽ എവിടെ നിന്ന് ഉദിച്ചു വന്നു, എവിടെ നിന്ന് ഉദ്ഭവിച്ചു വന്നു. ഇതി അനാലോകയൻ, അത് അനാലോകയൻ എന്ന് പറഞ്ഞാൽ ആ മനസ്സിലാകാത്തവനായിട്ട്. ആർക്ക്? ബ്രഹ്മാവിന് മനസ്സിലായിട്ടില്ല. അത് എവിടുന്ന് വന്നു എന്നോ ഒന്നും മനസ്സിലാകാത്തവനായിട്ട്. തദീക്ഷണ കുതൂഹലാത്, അത് ആ പത്മത്തിൻ്റെ, ആ താമരയുടെ ഉത്പത്തി സ്ഥാനം എവിടുന്ന് വന്നു എന്നറിയാനുള്ള ആ ആഗ്രഹത്താൽ അല്ലെങ്കിൽ ആ കൗതുകത്താൽ പ്രതിദിശം വിവൃത്താനനഹ, ദിക്കുതോറും എന്ന് വെച്ചാൽ 4 ദിക്കിലും തിരിഞ്ഞ് നോക്കി. 4 ദിക്കിലും തിരിഞ്ഞു നോക്കിയപ്പോഴത്തേനും ആ 4 മുഖമുള്ളവനായിട്ട് പ്രതിദിശ വിവൃത്താനനഹ, അങ്ങനെയാണ് ബ്രഹ്മാവിന് 4 മുഖമുള്ളവനായി തീരുന്നത്. വികസദഷ്ടദൃഷ്ട്യംബുജാം ചതുർവദനതാം അഗാധ. അപ്പം വികസത് വിടർന്ന, ദൃഷ്ട്യംബുജാം വിടർന്ന താമരപ്പൂക്കൾക്ക് തുല്യമായിട്ടുള്ള, 8 കണ്ണുള്ള നാൻമുഖനായിട്ടുള്ള ആ അവസ്ഥയെ പ്രാപിച്ചു ബ്രഹ്മാവ്. അങ്ങനെയാണ് ആ പത്മജൻ എന്ന ആ ചതുർമുഖനായിട്ട് തീർന്നത് ബ്രഹ്മാവ്. അപ്പം ബ്രഹ്മാവിന് ആ ചുറ്റും നോക്കിയപ്പോഴത്തേനും ബ്രഹ്മാവിന് ആ നാഭികമലത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ സമുദ്രത്തിൽ ഈ താമരപ്പൂ എവിടുന്ന് വന്നു എന്ന് മനസ്സിലാകാത്തവനായിട്ട് അത് ഇതിൻ്റെ ഉത്പത്തി സ്ഥാനം മനസ്സിലാക്കുവാനും അറിയുവാനുമുള്ള ആഗ്രഹത്താൽ ആ 4 പാടും തിരിഞ്ഞു. അപ്പോൾ 4 മുഖനായിട്ട് വിടർന്ന താമരപ്പൂക്കൾക്ക് തുല്യമായിട്ടുള്ള 8 കണ്ണുള്ള നാൻമുഖൻ എന്ന അവസ്ഥയെ പ്രാപിച്ചു ബ്രഹ്മാവ്.